ജോർജ് അഗസ്റ്റിൻ ആദ്യമായി നിങ്ങളോട് സംസാരിക്കും. സ്വീകരണ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട എസ് രാജേന്ദ്രൻ, അധ്യക്ഷ വേദിയിലെ എസ് സുദേവൻ, എസ് ജയമോഹൻ, CPI ദേശീയ കൗൺസിൽ അംഗവും കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും നമ്മുടെ എല്ലാം പ്രിയങ്കരിയുമായ റാണി, സഭാ മുല്ലക്കൽ രത്നാകരൻ, സ്വാഗതം ആശംസിച്ച എസ് ബുഹാരി, ജാഥയുടെ മാനേജർ, കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായ CPM സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള സഖാവ് എം സ്വരാജ്, ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി 62 MP-മാരിൽ ഒരാളായി നിന്നുകൊണ്ട് വലിയ വിപ്ലവത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രിയങ്കരിയായ ജാഥാംഗം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് എസ് സുജാത, മറ്റൊരംഗം ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ബാലസുബ്രഹ്മണ്യം, CPI-യുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജാഥാംഗം P വസന്തം, അധ്യക്ഷ വേദിയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികളെ, CPM-ന്റെയും CPI-യുടെയും ഇതര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൻ്റെ സംസാരം നിർത്തും. എം സ്വരാജ് അടക്കമുള്ള നേതാക്കന്മാർ ഈ വേദിയിൽ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന നേതാക്കന്മാരാണ്. അതിനുശേഷം ജാഥാ ക്യാപ്റ്റൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിച്ചേരും. ഇതോടുകൂടി കൊല്ലം ജില്ലയിലെ ജാഥാ പരിപാടികൾ അവസാനിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ 3 ജാഥകൾ ഉടനീളം കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് പുതിയ കേരളം സൃഷ്ടിക്കാൻ, നവകേരളം സൃഷ്ടിക്കാൻ ആവശ്യമായ ജനപിന്തുണ ആർജിക്കാൻ എല്ലാ ദിവസവും ജാഥ ക്യാപ്റ്റനും മാനേജരും അടക്കം മുഖാമുഖം പരിപാടി നടത്തിക്കൊണ്ട് ശേഷിക്കുന്ന സമൂഹത്തിലെ വിഷയങ്ങൾ കൂടി ഏറ്റെടുത്ത് അവയ്ക്കും കൂടി സമയം കണ്ടെത്തി ഒരു വലിയ ജൈത്രയാത്രയാണ് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു 3ാം ഊഴം ജനങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോൾ നൽകി വരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്നുള്ള ചിന്തയോടുകൂടി മാത്രമാണ്. കാരണം ഒരിക്കൽ പോലും സാമൂഹ്യക്ഷേമ പെൻഷൻ UDF-ന്റെ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. അത് തുടങ്ങിയത് ഇടതുപക്ഷമാണ്. അത് 1600 ആക്കിയതും ഇപ്പോൾ 2000-ആയി തന്മാസം കൊടുത്തുകൊണ്ടുപോകുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അവർ എക്കാലവും അതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, തുടക്കത്തിൽ 980-ൽ ബഹുമാനപ്പെട്ട നായനാരുടെ ആദ്യത്തെ ഗവൺമെന്റിൽ ഇത് 45 രൂപയായി കേരളത്തിലെ കർഷക തൊഴിലാളികൾക്കും വിധവകൾക്കും അതുപോലെ തന്നെ വാർദ്ധക്യകാല ജനങ്ങൾക്കും നൽകി വന്ന ആ പെൻഷനെ, തുടക്കം കുറിച്ച പെൻഷനെ പ്രത്യുൽപാദനപരമല്ലെന്ന് വിശേഷിപ്പിച്ച് അതിനെ എതിർത്ത അന്നത്തെ പ്രതിപക്ഷ നേതാവ് ദിവംഗതനായ ശ്രീ കരുണാകരനെ നമ്മുടെ മുൻപിലുണ്ട്, മനസ്സിലുണ്ട്. ഇതിപ്പോൾ 2000-ആയി കൊടുക്കുന്നതിന് ഒരു മാസം 1054 കോടി രൂപ നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നീക്കി വെച്ചിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നിലമ്പൂർ ഇലക്ഷനിൽ മാത്രമല്ല, തുടർന്നും അങ്ങും ഇങ്ങും വാങ്ങുന്നവരെ അപഹസിക്കുന്നവരാണ് UDF. അത് കൊടുക്കുന്ന ഗവൺമെന്റിനെ കളിയാക്കുന്ന ഒരു പക്ഷമാണ് UD പക്ഷം, സതീശൻ പക്ഷം. നാം ആവട്ടെ ഇനിയും അത് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിച്ച് 1-ാം തീയതി ലഭിച്ചില്ലെങ്കിൽ 2-ാം തീയതിയെങ്കിലും ലഭ്യമാക്കാനുള്ള നടപടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും നടപ്പിൽ വരുത്താനുള്ള ഇച്ഛാശക്തിയോടുകൂടി നയസമീപനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതുമായ പക്ഷത്തിന്റെ പേരാണ് LD പക്ഷം.
ചില നാട്ടുവർത്തമാനങ്ങളുണ്ട്, എല്ലാ പക്ഷവും ഒന്നല്ലേ, ഇവരൊക്കെ കണക്കാണ്. ഓണം വന്നാലും ഓരോ കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് ചില നാട്ടുവർത്തമാനങ്ങളുണ്ട്, ചില കലുങ്ക് സംഭാഷണങ്ങളുണ്ട്. മഹാനായ മന്ത്രിയുടെ, കേന്ദ്രമന്ത്രിയുടെ കലുങ്കല്ല, കലുങ്കിൽ ഇരുന്ന് വർത്തമാനം പറയുന്നവരുടെ ഒരു ഭാഷയുണ്ട്. ഒരു കൂട്ടര് പെൻഷനെ അനുകൂലിക്കുന്നില്ല, അവർ വർദ്ധിപ്പിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അവര് 1.5 കൊല്ലക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരുന്നു. നമ്മളിപ്പോ ഒരു ബസ്സോ ട്രെയിനോ ആവട്ടെ 1 മണിക്കൂർ ലേറ്റായാൽ ലേറ്റായി പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയും. അത് സർവീസ് മുടങ്ങിയാൽ നമ്മളത് നിർത്തൽ ചെയ്തു എന്നാണ് പറയുന്നത്. 1.5 കൊല്ലത്തേക്ക് മുടങ്ങിയത് പറയാൻ കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2016 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരം ഒഴിയും മുമ്പ് 100 രൂപ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞതല്ലാതെ വർദ്ധിപ്പിച്ച് കൊടുത്തില്ല. മാത്രമല്ല അത് 18 മാസം എന്ന് പറയുന്നത് 1.5 കൊല്ലമൊന്നുമല്ലേ, 1.5 കൊല്ലം ആ പെൻഷൻ നിർത്തിവെച്ചു. മുടങ്ങിയെന്ന് പറയാൻ കഴിയില്ല. അത് ധാർമ്മികമായി ഒരവകാശവുമില്ല പിന്നീട് വന്ന ഗവൺമെന്റിന്. അത് പിണറായിയുടേതായാലും സ്വരാജിന്റേതായാലും സുജാതയുടേതായാലും ചിഞ്ചുറണിയുടേതായാലും ആർക്കും അവകാശമില്ല, ധാർമ്മിക അവകാശമില്ല. അത് അവരോട് ചോദിക്കൂ എന്ന് പറയേണ്ടതുള്ളൂ. പക്ഷെ അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട് ആ 18 മാസക്കാലത്തെ കുടിശ്ശിക കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നാകെ കൊടുക്കാൻ ആദ്യ ക്യാബിനറ്റ് 16 മെയ് മാസം 22-ാം തീയതി അധികാരത്തിൽ വന്ന സഖാവ് പിണറായിയുടെ ജനക്ഷേമ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഫസ്റ്റ് ക്യാബിനറ്റ് ഡിസിഷനാണ് ആ 18 മാസക്കാലത്തെയും ഒന്നിച്ചു കൊടുക്കാനുള്ള തീരുമാനം. തൽഫലമായി പിറ്റേ ദിവസം മുതൽ അത് വിതരണം ചെയ്യാനാണ് ഈ കേരള സംസ്ഥാനത്തെ ഭരണകൂടം നടപടി സ്വീകരിച്ചത്. അതിനുശേഷമാണ് അത് 1600-2000 മാറുന്നത്. 1600-2000 മാറുന്നത്. നമുക്ക് അതിന് ആ ഒരൊറ്റ കാര്യം മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. ഈ ഒരു കാര്യം മാത്രം. കാരണം 1, 2, 1000 1 ലക്ഷമോ അല്ലല്ലോ ഇത് വാങ്ങുന്നത്. 62 ലക്ഷം പേര് വാങ്ങുകയല്ലേ. കേരളത്തിലാകെ ജനസംഖ്യയുടെ 60 കോടി ജനസംഖ്യയൊന്നുമില്ലല്ലോ. കേവലം 3.25 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 62 ലക്ഷം എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിന്റെ സിംഹഭാവമാണെന്ന് നമുക്ക് കരുതാൻ കഴിയും. അപ്പൊ അത്രയും പേർക്ക് ഇത് തന്മാസമായി കൊടുക്കുന്നു, ഓരോ മാസവും കൊടുക്കുന്നു. അത് 2500 ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ ഇപ്പൊ വിധവാ പെൻഷന് 300 രൂപ കേന്ദ്രത്തിൻ്റെതാണ്. ഈ 62 ലക്ഷം പേരിൽ 8 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യത്തിൽ 2000 300 രൂപയും വികലാംഗ പെൻഷൻ 500 രൂപയും കേന്ദ്രത്തിൻ്റെതാണ്. അവർ തരുന്നുണ്ടോ? അവർ തരുന്നില്ലല്ലോ. അവർ കുടിശ്ശിക വരുത്തിയിരിക്കല്ലേ. അങ്ങനെയെങ്കിൽ അതും കൂടി ചേർത്താണ് ഈ 1054 കോടി രൂപ നമ്മുടെ തൊട്ടപ്പുറത്തെ കൊട്ടാരക്കരയിലെ ജനപ്രതിനിധി ഒപ്പിട്ട് ട്രഷറി വഴിയും ബാങ്ക് വഴിയും 62 ലക്ഷം പേർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കൂട്ടര് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു, ഒരു കൂട്ടര് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ അരി വെത്തൊന്ന് നോക്കുന്ന എങ്ങനെയാണ് വീട്ടമ്മമാര്? കലത്തിലെ മുഴുവനും കൂടി എടുത്ത് നോക്കിയിട്ടല്ലോ. 2 3 പറ്റെടുത്ത് നോക്കിയാലും അരി വെന്തോന്ന് അറിയാൻ കഴിയും. ഈ ഒരൊറ്റ എക്സാമ്പിൾ കൊണ്ട് തന്നെ UDF-ഉം LDF-ഉം അത് രണ്ടാണ്, ഒന്നല്ല, ഒരുപോലെയല്ല. യുയും എല്ലും തമ്മിലുള്ള ആദ്യ അക്ഷരത്തിലെ വ്യത്യാസം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും വ്യത്യാസമൊന്നും തെളിയിക്കാൻ കഴിയും. ഒരു കൂട്ടര് നോക്കൂ, 16 വരെയുള്ള 5 വർഷക്കാലം സ്കൂളുകൾ AUമാരുടെയും DUമാരുടെയും പ്രതിമാസ സിറ്റിക്കാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ പള്ളിക്കൂടങ്ങൾ എത്രയാണ് കൂട്ടേണ്ടത്? നഷ്ടത്തിൽ ഓടുന്ന ബസ്സിൽ എന്ന് പറയും പോലെ നഷ്ടത്തിലുള്ള ബസ് നമുക്ക് തുറന്നു കൊണ്ടുപോകാൻ സേവന മേഖലയായാൽ പോലും പ്രയാസമാണ്. പക്ഷെ സ്കൂളിന്റെ കാര്യത്തിൽ പോലും അക്കാലയളവിൽ എത്ര സ്കൂളുകളാണ് അടച്ചു പൂട്ടിയത്, അടച്ചു പൂട്ടൽ ഭീഷണിയെ നേരിട്ടത്. അതിനൊരു ബദൽ സൃഷ്ടിക്കാൻ, അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനോ പ്രാവർത്തികമാക്കാനോ അന്നത്തെ UDF-ന്റെ ഗവൺമെന്റ് തയ്യാറായില്ല. 16 അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ആ സ്കൂളുകളാകെയും ഹൈടെക് ആക്കി. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് ഇനി ഓരോ ക്ലാസ് മുറിയിലും AC കൂടി വെക്കുകയാണെന്ന്. അത് പറയുമ്പോൾ ഇവിടെ മുന്നണി ഇരിക്കുന്ന നമ്മളൊക്കെയും സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിലെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഓർത്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്കൂൾ മുറികൾ, ക്ലാസ് മുറികൾ AC കൂടിയാക്കിക്കൊണ്ട്, നമ്മുടെ അംഗൻവാടിയിലെ ഏതോ ഒരു കുട്ടി
നമ്മുടെ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു മുട്ടയും കൂടി കിട്ടിയിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം മുതൽ ബിരിയാണിയും ബിരിയാണിയുടെ കൂടെ മുട്ടയും കൊടുത്ത ഈ ലോകത്തെ ഏക രാഷ്ട്രം എന്ന് പറയുന്നത്, ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ കേരളമാണെന്ന് മറക്കരുത്. അപ്പൊ ആ രൂപത്തിൽ ചേർത്ത് പിടിക്കൽ, കരുതൽ നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ സ്കൂളുകളാകെ തുറന്നു. എത്ര ലക്ഷം കുട്ടികളാണ് തിരിച്ചു വന്നത് പ്രതിമാസം. ഇപ്പോൾ അത് വന്ന് അപ്പുറത്തെ യോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ SFIയുടെ വലിയ ബാനർ യോഗ സ്ഥലത്തേക്ക് വരികയാണ്. ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സർക്കാരിന്റെ അഭിവാദ്യം. ഇങ്ങ് പോകുന്ന ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന ലോകത്തെ ഇന്ത്യയിൽ നിന്നുള്ളത് വിട്ടു. അതുകൊണ്ടാണല്ലോ കേരളം ലോകത്തോട് ചിലത് പറയാനുള്ള മക്കൾ പറയുന്നത്. ദേശീയ മാതൃകയാണ്, ദേശ മാതൃകയാണ്, മറ്റ് സംസ്ഥാനത്തെ മാതൃകയാണെന്ന് പറയുന്നത് ഒരു പുത്തിരിയല്ല. അതുകൊണ്ടോ ലോകത്തോട് പറയാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ പ്രതിപക്ഷതാണ് സംശയം, ഡിഗ്രിക്ക് എത്രയാണ് കുട്ടികൾ പഠിക്കുന്നതെന്ന്. മൂപ്പർക്ക് അതും അറിയില്ല. ഡിഗ്രിക്ക് എത്രയാ കുട്ടികൾ പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡിഗ്രിക്ക് ധാരാളം പേര് പഠിക്കുന്നുണ്ട്, എന്റെ നാട്ടിൽ പഠിക്കുന്നുണ്ട്. അത് BSc ഉണ്ട്, BA ഉണ്ട്, BCom ഉണ്ട്, ഈ BBA എന്നൊക്കെ പറയുന്ന ഡിഗ്രി അല്ലയോ. അതെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കെല്ലാം സൗജന്യമായി ഫീസ് കൊടുക്കാതെ പഠിക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ മറ്റൊരു വിപ്ലവം. സ്കൂൾ കുട്ടികൾക്ക് ഈ വർഷം തന്നെ, സാധാരണ ബഡ്ജറ്റിൽ പറയുന്നത് ഇലക്ഷന് വേണ്ടിയാണെന്നൊക്കെ ഒരു ആശയവും കൂടി വരുമല്ലോ, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഈ വർഷം മുതൽ ലക്ഷക്കണക്കായ കുട്ടികൾക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ. കാരണം കുട്ടികൾ പലപ്പോഴും ഒക്കെ നമുക്ക് കൈവിട്ട് പോകാറുണ്ട്, മരണപ്പെടാറുണ്ട്. സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ലോകത്തെ ഏക സ്റ്റേറ്റ് അതാണ് ഈ കേരളം. അതാണ് ഈ കേരളം. UDFന്റെ കാലത്ത് ഈ പള്ളിക്കൂടങ്ങളാകെ അടച്ചുപൂട്ടിക്കൊണ്ടിരുന്നു, സ്വകാര്യ മേഖലയ്ക്ക് തീരെക്കൊണ്ടിരുന്നു. ഏഴ് സ്കൂളുകളിലായി അവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ എല്ലാം പഠിക്കാൻ, LKG പഠിക്കാൻ, LKGയിലും UKGയിലും പോലും 1 ലക്ഷം രൂപയാവും അവിടുത്തെ ഫീസ്. നേരത്തെ 3 പ്രാവശ്യം മതിയായിരുന്നു, ഇപ്പോൾ ക്വാർട്ടറാക്കി. ഇപ്പോൾ 4 പ്രാവശ്യം ഫീസ് കൊടുത്ത് അവരുടെ മറ്റ് ചെലവുകളും വാർഷിക ഫീസും അതുപോലെ എല്ലാത്തരം ഫീസുകളും വരുമ്പോഴേക്കും ഏകദേശം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ 1 ലക്ഷം രൂപ LKG പഠിക്കുന്ന കുട്ടിയെ കണ്ടെത്തേണ്ട ഗതികേട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത് മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാ ഗവൺമെന്റും ഒരുപോലെയാണോ? എല്ലാ ഗവൺമെന്റുകളുടെയും സമീപനം ഒരുപോലെയാണോ? ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഏത് രംഗത്ത് പരിശോധിച്ചാലും ഹോസ്പിറ്റലുകള്, ഞാൻ ചോദിക്കട്ടെ, നേപ്പാൾ സ്വദേശിയായ കുമാരി ദുർഗാകാമി എന്ന് പറയുന്ന 21 വയസ്സുള്ള പെൺകുട്ടിക്ക് ഹൃദയം മാറ്റി വെച്ചു കൊടുത്തത് ഈ കൊല്ലംകാരൻ ഷിബു അല്ലേ? ഈ കൊല്ലംകാരൻ ഷിബു, അദ്ദേഹത്തിന്റെ മഹാമനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശി ദുർഗാകാമിക്ക് എറണാകുളത്തെ വെറും ജനറൽ ആശുപത്രിയിൽ മാറ്റിവെക്കാൻ കഴിയത്തക്കവണ്ണം കേരളത്തിലെ പൊതുമേഖല ആശുപത്രികൾ മാറിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ചെറിയ കാര്യമായി സതീശൻ കൊച്ചപ്പന് മാത്രമേ കാണാൻ കഴിയൂ. അത് ചെറിയ കാര്യമായി കാണാൻ കഴിയൂ. ബാക്കി എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്ന ആളാണ്. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് ഇപ്പോ അവിടെ കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലായി സംവിധാനമായി 300 കോടി രൂപയാണ്. 300 കോടി എന്ന് പറയുമ്പോ ഇപ്പൊ എന്തോ അതും ഒരു ചെറിയ കാര്യം ആണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് കോടികൾക്ക് വിലയിലാണ്ട് വരികയാണ്. അതേമാതിരി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കിടക്കുമ്പോ അവിടെ എന്താ പഞ്ചായത്തിന് ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ ആകെ 12,000 ജനസംഖ്യയുള്ളൂ കേട്ടോ. 12,000 ജനസംഖ്യ, ഒരു 3000 വീട് കാണുമായിരിക്കും. കാരണം വേറൊരു നമ്മുടെ MC റോഡിൽ ഒരു പാലം പണിതാൽ അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനമാണ് സ്വാഭാവികമായി. അതല്ല, അവിടെ മാത്രമുള്ള ആളുകൾക്ക് മാത്രമേ പ്രയോജനം. പാലത്തിന് വേണ്ടി 100 കോടി രൂപ 100 കോടി രൂപ അനുവദിച്ച് ആ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചത് കണ്ടിട്ട് വന്നവരാണ് സഹോദരൻ ഉൾപ്പെടെ. പെരുമ്പളം പഞ്ചായത്ത് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പൊതുജനങ്ങളോ ടൂറുകാരോ സ്വന്തക്കാരോ വന്നാലായി 12,000 ജനസംഖ്യ മൊത്തമുള്ളൂ. 100 കോടിയുടെ പാലം. ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ബാക്കി വന്ന 5 കോടിയാണ് വലിയൊരു പാലത്തിന്. അന്ന് 5 കോടി രൂപയാണ് 2000-2005 ഇപ്പൊ 100 കോടിയുടെ പാലം വെറും 12,000 ജനസംഖ്യ വേണ്ടി അനുവദിക്കുന്നു പറഞ്ഞാൽ പൂർത്തീകരിച്ച കാര്യമാണ്. അനുവദിച്ചതല്ല, പൂർത്തീകരിച്ച കാര്യമാണ്. ഇനി ഓരോ രംഗെടുത്ത് നോക്കൂ. ഈ പ്രാവശ്യം ഇപ്പോ ഞാൻ ഇന്നലെ കണ്ട വാർത്ത, എന്നെ ഏറ്റവും അഭിമാനിക്കുന്നത് മന്ത്രി ശിവൻകുട്ടി മന്ത്രിയുടെ അടുത്ത്. എന്തുകൊണ്ട് ഈ 13-ാം തീയതി അടുത്ത വർഷത്തെ നോട്ട് ബുക്ക് പുസ്തകങ്ങൾ കൊടുക്കുകയാണ്. അടുത്ത വർഷത്തെ
ഞാൻ വിചാരിച്ചു അബ്ദുറപ്പിന്റെ കാലഘട്ടത്തിലെ പോലെ ഈ വർഷത്തെ ആയിരിക്കും. മൂപ്പരുടെ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. മൂപ്പരുടെ കാലത്ത് ഈ വർഷത്തെ പുസ്തകം വരുന്നത് ജനുവരി ഫെബ്രുവരി ആയിട്ടായിരുന്നല്ലോ. ഇപ്പോഴേ നോക്കിക്കേ, 2027 ജൂൺ മാസം തുറക്കാൻ വേണ്ടി പോകുന്ന സ്കൂളില് 47 ലക്ഷം കുട്ടികളുടെ പുസ്തകം മൊത്തം അച്ചടിച്ച് 13-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്, കുട്ടികൾക്ക് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് കൈയടിച്ച്, നിങ്ങളൊന്ന് ആഘോഷിച്ച് സന്തോഷിക്കുക. എന്താ ഈ പറയുന്ന കഥ? അപ്പൊ പിള്ളേർക്ക് മധ്യവേല അവധിക്കാലത്ത് ജയിക്കുന്നുള്ള പിള്ളേർക്ക് ചുമ്മാ റെഫർ ചെയ്യാം സാർ, ചുമ്മാ റെഫർ ചെയ്യാൻ മേലെ ആ പുസ്തകമൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഒന്ന് സൂക്ഷിച്ച് അതിന്റെ പുതുപണമൊക്കെ ഒന്ന് അനുഭവിക്കാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ പെരുന്നാൾ സമയത്തൊക്കെ അത് സന്തോഷമല്ലേ കുട്ടികൾക്ക്? അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, പുസ്തകം വരുന്നത് ഓണം നേരത്തെ വന്നുകൊണ്ടാണ്. ഈ ഓണം നേരത്തെ വന്നുകൊണ്ടാണ് ഈ പുസ്തകം അടിക്കാത്ത താമസിച്ചത്. നിയമസഭയിൽ പറഞ്ഞ് എളുപ്പിനായി പുറകോട്ട് പോകേണ്ടി വന്ന മന്ത്രിയുമുണ്ട് UDFിന്റെ കാലത്ത്. അപ്പൊ UDFും LDFും രണ്ടാണ്. അത് രണ്ടാണ് എല്ലാ കാര്യത്തിലും. ഏത് കാര്യം എടുത്ത് പരിശോധിച്ചു. ഇപ്പോ ഈ കൊച്ചി തന്നെ നോക്കി, ഈ കൊച്ചി കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസായി. നമ്മുടെ ഈ വർഷം ആദ്യം 12/2/2025 ദി ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ഡെയിലിയില് ശശി തരൂർ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, ആ വിശ്വപുരുഷൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ IT സ്റ്റാർട്ടപ്പ് മൂല്യം 247 ലക്ഷം കോടി ഡോളറായി. ഞാനതിനെ കൂട്ടി 3 പേജ് എഴുതിയപ്പോഴായി ലക്ഷം കോടി ഡോളർ മാറിയത്. എന്താണ് അത്ഭുതം നോക്കൂ. ഇവിടെ ഇപ്പൊ UDFയുടെ ആശങ്ക ഇതെല്ലാം ഇത് സാധ്യമാകുന്ന 1057 പെൻഷന് ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ചുള്ള മാറ്റത്തെ കുറിച്ച് വസുദ്ധമാണോ സുജാതമാണോ അവർ പറയും, ഞങ്ങൾ കിടക്കുന്നില്ല. അത് 35 ലക്ഷം പേർക്ക് 1000 രൂപ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ 1000 രൂപ. ഇതെല്ലാം കൂടി എന്താണ് ഈ കൊട്ടാരക്കരയിൽ ഞാൻ ചോദിച്ചു, ഈ ധനകാര്യമന്ത്രിയുടെ എന്താണ് ഈ വടിയിരിക്കുന്നത്? UDFയുടെ ആശങ്ക ഈ കടമെല്ലാം മേടിച്ച് കൂട്ടുമല്ലേ? ഈ കടമെല്ലാം മേടിച്ച് കൂട്ടുന്നതല്ല, നമ്മുടെ ആഭ്യന്തര ഉത്പാദനം 47,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടിയിലേക്ക് മാറി. നോക്കൂ, 47,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടിയിലേക്ക് വളർന്നു നമ്മുടെ സംസ്ഥാനം. ഈ കൂട്ടത്തിൽ കേന്ദ്രം തടയേണ്ടത് GST അടക്കമുള്ള നഷ്ടപരിഹാരവും കൂടി തന്നിരുന്നെങ്കിൽ, നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ, അതുപോലെ അംഗൻവാടികൾക്കും ആശാപ്രവർത്തനം കൊടുക്കാനുള്ള നഷ്ടം അവരുടെ ഓണററി കൊടുത്തിരുന്നെങ്കിൽ, അതടക്കമുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രം പിടിച്ചു വെച്ച് നിയമാനുസൃതം നമുക്ക് ലഭിക്കേണ്ടതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയെ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഏതൊരാവശ്യവും സർവതല സ്പർശിയായിക്കൊണ്ട് എല്ലാവരെയും ബാധിക്കുന്ന അവിടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന എന്ന് വെച്ചാൽ, പണ്ട് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിദിന പത്രസമ്മേളനത്തിന്റെ ഭാഗമായി വന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ 4-5 കുരങ്ങന്മാരുണ്ടെന്ന് ആരോ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. ഇപ്പൊ അവിടെ ഭക്തജനങ്ങൾക്ക് വരവില്ലാത്തത് കൊണ്ട് ആ കുരങ്ങ് വിശക്ക് അനുഭവിക്കുകയാണ് കുരങ്ങുകൾ. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് കേരളത്തിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ. എന്ന് വെച്ചാൽ അത് മുതൽ നമ്മൾ ഹൈടെക് ആവുകയാണ്. ഈ കൊച്ചി ഉണ്ടല്ലോ, കൊച്ചി ഇപ്പോ ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ കാണേണ്ടുന്ന സ്ഥലത്തിൽ ഏഷ്യ വൻകരയിലെ 1ാം സ്ഥാനം കൊച്ചിക്കാണ്. ഇവിടെ 1 ലക്ഷം കോടി മൂലധനം ശേഖരിക്കാൻ വേണ്ടി സ്റ്റാർട്ടപ്പ് ശേഖരിച്ചിട്ട് അത് 4 ലക്ഷമായി മാറി. ഏതെല്ലാം വ്യവസായികളാണ് വരുന്നത്? ഇവിടെ സമാധാന അന്തരീക്ഷമുണ്ട്. ഡു ഈസി ബിസിനസ്, എളുപ്പത്തിൽ ബിസിനസ് ആരംഭിക്കാവുന്ന ഇന്ത്യയിലെ 28ാം സ്ഥാനത്ത് നിന്ന് കേരളം 1ാം സ്ഥാനത്തേക്ക് പി രാജീവ് കൊണ്ടുപോകുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ അഭിമാനിക്കുക. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി എന്നാ തീരേണ്ടത് 47-ൽ, എന്നാ തീർക്കാൻ വേണ്ടി പോണത് 28-ൽ. ലാഭമോ നഷ്ടമോ? ലാഭം എത്ര? കോടിക്കണക്കിന് ലാഭം കൊണ്ടുപോകുന്നതോ കേന്ദ്രം, പൈസ അനുവദിക്കേണ്ടതോ നമ്മള്. എന്നാൽ പോലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു പൊതു സബ്ജക്റ്റ് ആണല്ലോ, ഒരു പൊതു സംഭവമാണല്ലോ. അതിന്റെ ഭാഗമായി ഇവിടെ നമ്മുടെ കൊല്ലത്തേക്ക് ഒരു റെയർ എയർത്ത് കോറിഡോർ എന്തോ ഒരു വലിയൊരു സംരംഭം, 40,000 കോടി നിക്ഷേപം, 50,000 തൊഴിലവസരം. നിങ്ങളുടെ കൊച്ചി ഇവിടെ കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളുടെ വേതനം 35% വർദ്ധിപ്പിച്ചിരിക്കുന്നു. 35% വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് എന്ന് വെച്ചാൽ എല്ലാവരെയും
ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നത് കേന്ദ്രത്തോടായിരുന്നല്ലോ. അല്ല, അവരല്ലേ കുട്ടി കൊടുക്കാത്തത്? അത് അവരുടെ സ്കീമാണല്ലോ, കേന്ദ്രത്തിൻ്റെതാണല്ലോ ഈ ആശ. പക്ഷെ മുഴുവൻ സമരം ചെയ്തത് ഈ കട അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ആ കടയ്ക്ക് മുമ്പിലല്ലയോ? അത് ഈ കടയുടെ ആര്യയുടെ മുമ്പിലൊന്ന് സമരം ചെയ്താൽ എന്താർത്ഥം? ആര്യക്കെന്തും ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഞാൻ പറയുന്നു, ഈ ഇടതുപക്ഷത്തെ വേദി എത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മെമ്പറെ പ്രത്യേകിച്ച് എത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കാരണം സമരം ചെയ്ത സമയത്ത് കൊടുത്തില്ല. എന്നിട്ടോ സമരം SUC-ക്കാർ ഏറ്റെടുത്ത് പൊളിഞ്ഞ് പാളീസായി. ഇവർ 100-200 പേര് വീട്ടിലേക്ക് പോയപ്പോൾ നവംബർ മാസം 29-ാം തീയതി 1000 വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു. ആർക്ക്? ആശാപ്രവർത്തകർക്ക്. വീണ്ടും ജനുവരി മാസം 1000 വർദ്ധിപ്പിച്ചു. അതിന്റെ ആ മനസ്സിന് പറഞ്ഞ പേരെന്തുവാണ്? മഹാമനസ്കത. ഒരു ഇടതുപക്ഷ മനസ്സ് ഒരു സോഷ്യലിസ്റ്റ് ക്ഷേമരാഷ്ട്രത്തിൽ ചെയ്യാവുന്നതിന് പരമാവധി ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ 5 കൊല്ലമായി ഭരിക്കുന്നത്. എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിക്കുന്ന അതിനെല്ലാം തന്നെ നമ്മുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ചും നമ്മുടെ ശേഷി വർദ്ധിപ്പിച്ചും ഒരു മന്ത്രിയെ കുറിച്ച് ഈ 10 കൊല്ലത്തിനുള്ളിൽ നിയമസഭയിൽ എഴുതി കൊടുത്ത ഒരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല എന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്ന കാര്യമായി ഇടതുപക്ഷ വേദി സാക്ഷ്യപ്പെടുന്നു. ഒരു മന്ത്രിയെ കുറിച്ച് അവിടെ ഇവിടെയും പറഞ്ഞു. കോടതിയിൽ പോയല്ലോ. സതീശൻ എന്തായാലും എപ്പോഴും കോടതിയിൽ പോയി. അവസാനം K4-ന്റെ കാര്യത്തിലും AI ക്യാമറ വയ്ക്കുന്ന കാര്യത്തിൽ അവസാനം കോടതി എന്ത് പറഞ്ഞു? നിനക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ, പബ്ലിക്കിന്റെ പൊതുജന ഇൻട്രസ്റ്റ് ആണോ വലുത്? ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളെ കുറിച്ച് അഴിമതിയാർ ഉന്നയിച്ച് കോടതിയിലേക്ക് വരരുതെന്ന് ബഹുകേരള ഹൈക്കോടതി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞുവെങ്കിൽ അത് കേട്ട വ്യക്തിയുടെ പേരാണ് സതീശൻ കൊച്ചപ്പൻ. അയാൾക്ക് അർഹതയുണ്ട്. കാരണം ഏത് വിഷയം വന്നാലും ഇപ്പൊ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആനക്കാമ്പോലിൽ നിന്ന് 8.71 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കപ്പാതയ്ക്ക് നിർമ്മാണോദ്ഘാടനം നടത്തുന്ന മുമ്പ് തന്നെ പണി തുടങ്ങി. നോക്കൂ, അത്ഭുതമല്ലേ? നിർമ്മാണോദ്ഘാടനത്തിന് മുമ്പേ തന്നെ പണി തുടങ്ങിയ കേരളത്തിൽ ഒരു പ്രോജക്റ്റാണ് ഇരട്ട തുരങ്കപ്പാത. അപ്പൊ നമ്മൾ പോകുന്ന ഉടുവള്ളി വഴി താമരശ്ശേരി അടിവാരം വഴിയാണല്ലോ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻബത്തേരി, വയനാട്ടിലെല്ലാം പോകുന്നത്. ഇനി ഏത് മഴ വന്നാലും പ്രകൃതി ദുരന്തം വന്നാലും വയനാട് വഴി ബാംഗ്ലൂർക്ക് പോകാൻ ഒരു കൊല്ലം കാത്തിരിക്കണേ. ഒരേ ഒരു കൊല്ലം 2100 കോടി രൂപ മുടക്കിയിട്ട് ആനക്കാമ്പോലിൽ നിന്ന് കണ്ണാടി മേപ്പാടിയിലേക്ക് 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാറ തുരങ്കം നിർമ്മിച്ചിട്ട് വഴി കിട്ടുകയാണ്. വെറും നമ്മളിവിടുന്ന് കോഴിക്കോട് ഉടുവള്ളി സ്ഥലം നേരം കൊണ്ട് അവിടെ മേപ്പാടി ചെല്ലും. നോക്കൂ, ആ മേപ്പാടി ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ അവിടെ 451 വീടുകൾ പണിത് കൂട്ടിയിട്ടുണ്ട്. ആ വിഷയം സ്വരാജ് സാഹു പറയും. ആ വിഷയം പറയാൻ അതേപോലെ പോവുകയും പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത സഖാവ് പറയും, മേപ്പാടിയിലെയും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്ത ബാധിതരുടെ ഗവൺമെന്റ് നടത്തിയ ഐക്യദാർഢ്യം അതിൽ പ്രതിപക്ഷം എന്ന നിലപാടും അദ്ദേഹം പറയും. ഞാൻ അതിൽ കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഏത് പദ്ധതി വരുമ്പോഴും സതീശൻ പറയുന്നത് നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ആ വാക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോടുള്ള ബഹുമാനവും കൂടി കഷ്ടപ്പെടുന്നത്. സമ്മതിക്കില്ല. ഇയാളുടെ ഒറ്റപ്പെട്ട് പറയാണോ? ഇയാളുടെ വല്ലതാണോ? ഇത് ഗവൺമെന്റ് പണം മുടക്കി നഷ്ടപരിഹാരം ആവശ്യത്തിൽ കൂടുതൽ ആണ് ഇപ്പോ ദേശീയപാത നടക്കുന്നത്. എനിക്ക് 5 ലക്ഷത്തിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് 8 ലക്ഷം വന്നാൽ തന്നെ എനിക്ക് വിട്ടുകൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു? 5 ലക്ഷത്തിന്റെ സ്ഥലമാണെങ്കിൽ 3 ലക്ഷം കൊണ്ട് അവസാനിപ്പിക്കും. ഇപ്പോൾ 5 ലക്ഷമോ അതിൽ എത്ര ലക്ഷമാണോ നമുക്കൊരു വാണിജ്യത്തെ ഒരു മൂല്യം, അതിനേക്കാൾ കൂടിയ നഷ്ടം കൊടുക്കാൻ പിണറായി വിജയൻ ഗോപാൽ തയ്യാറായി. സ്വാഭാവികമായും ആനക്കാമ്പോലിയെയും അങ്ങ് പോയാലുള്ള ആളുകളുടെ എല്ലാത്തിനെയും അവർക്ക് നഷ്ടപരിഹാരം അവർ പ്രതീക്ഷിക്കുന്നേക്കാൾ കോടതിയിൽ പോകാതെ തന്നെ അവർ ആഗ്രഹിക്കുന്നേക്കാൾ വിധത്തിൽ കൂടുതൽ നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ഇരട്ട തുരങ്കപ്പാതയ്ക്ക് അവരും സമ്മതിച്ചു. അങ്ങനെ കേരളം വളരുകയാണ്. കേരളം എല്ലാ വിധത്തിലും വളരുകയാണ്, എല്ലാ മേഖലകളിലും വളരുകയാണ്. ആ വളരുന്ന ഗവൺമെന്റ് വേണമോ? അതൊന്നും നടക്കില്ല. ഒരു പെൻഷനും കൊടുക്കാൻ പാടില്ല, കശുവണ്ടിത്തോടല്ല പിരിച്ചു കൊടുക്കണം, പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്ന ഈ പ്രതിലോമ ശക്തികൾ, ഈ വികസന വിരുദ്ധ ശക്തികൾ ആരാണ് മുഖ്യമന്ത്രി? തർക്കമായി. അങ്ങനെ ചർച്ച വന്നാൽ UDF അപ്പോൾ തന്നെ പോലീസിനെ ഉപയോഗിക്കേണ്ടി വരും. മുകളിലേക്കെങ്കിലും ടിയർ ഗ്യാസ് ഉപയോഗിക്കാൻ, ഷെല്ല് ഉപയോഗിക്കാൻ. അത്തരത്തിൽ 6-7 പേര്
UDP കലാപം കിട്ടി നിൽക്കുകയാണ്. അതൊന്നുമില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നമുക്ക് സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ എത്തിച്ചാൽ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി എല്ലാ മേഖലയിലും വർദ്ധിത വീര്യത്തോടുകൂടി നടപ്പാക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയും അർപ്പണ മനോഭാവവും അഴിമതിരഹിത സങ്കല്പവുമുള്ള ഗവൺമെന്റിന്റെ മുന്നണിയുടെ പോരാളികൾ ക്യാബിനറ്റിലേക്കുള്ളവർ തന്നെ ഇവിടെ ഉണ്ട്. അധ്യക്ഷവേദിയിൽ അങ്ങനെ പറയുന്ന പരിമിതി ഉണ്ട്. ആ രൂപത്തിൽ നമുക്ക് കേരളത്തെ, ഭാവി കേരളത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജവും സ്നേഹവും പരസ്പര വിട്ടുവീഴ്ചയും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് വിനയവസ്ത്രം അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വികസനം എല്ലാം കണ്ടുകൊണ്ട് UDP പേരിട്ടിരിക്കുന്നത്, അവരുടെ ജാതിക്ക് പേരിട്ടിരിക്കുന്നത് പുതുയുഗ ജാഥ എന്നാണ്. നമ്മുടെ ഈ വികസനമെല്ലാം കേരളത്തിൽ കണ്ടിട്ട് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അവർ അവരുടെ ജാതിക്ക് പേരിട്ടിരിക്കുന്നു. നമ്മൾ നടപ്പാക്കിയ നേട്ടങ്ങളുടെ ചുരുക്കപ്പേര് ഇത് പുതുയുഗ ജാഥ. അതുകൊണ്ട് പ്രിയരെ, വാക്കുകൾ കേട്ടത് നന്ദി. എല്ലാവർക്കും അഭിവാദ്യം. പ്രിയമുള്ള സഖാക്കളെ, തുടർന്ന് നമ്മുടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വികസന മുന്നേറ്റ ജാഥയുടെ മാനേജർ കൂടിയായ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. വികസന മുന്നേറ്റ ജാഥയുടെ പ്രിയങ്കരനായ ക്യാപ്റ്റൻ സഖാവ് ബിനോയ് വിശ്വം നമ്മുടെ സ്വീകരണ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ആഹ്ലാദാരവങ്ങളോടെ ആവേശപൂർവ്വം നമ്മുടെ ഈ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന മഹത്തായ ഭൂതകാല സ്മരണകൾ ഇറങ്ങുന്ന ഒരു നാടാണ് നിങ്ങളുടെ നാട്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനു മുൻപ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രണശൂരന്മാരുടെ നാട്, ഐതിഹാസികമായ കടയ്ക്കൽ വിപ്ലവത്തിൻ്റെ നാട്. ഈ മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്കും ഏറെ ആവേശനിർഭരമായ അത്യുജ്വലമായ ഒരു സ്വീകരണമാണ് നിങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. 3 മണിക്ക് മുൻപ് തന്നെ ഇവിടെ വന്നിരിക്കുന്നവരാവും നിങ്ങളിൽ നല്ലൊരു പങ്ക് ആളുകൾ. ഈ സമയത്തും കേരളത്തിൽ മറ്റൊരു മുന്നണിക്കും സ്വപ്നം കാണാനാവാത്തത്ര ഗാംഭീര്യമാർന്ന സ്വീകരണം ഈ നാട്ടിൽ ഒരുക്കാൻ കഴിഞ്ഞു എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ നാട് കേരളം, ഇവിടെ ആമുഖമായി സംസാരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവ് ജോർജ് അഗസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ ഒരു പുതുയുഗത്തിലേക്ക് കുതിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ എതിരാളികൾ അവരുടെ ജാഥയ്ക്ക് പുതുയുഗ ജാഥ എന്ന് പേരിട്ടത്. ആ പേരിട്ടതിലൂടെ കേരളത്തിലെ ഇടതുപക്ഷം നമ്മുടെ നാടിന് ഒരു പുതുയുഗം സമ്മാനിച്ചിരിക്കുന്നു എന്ന സമ്മതം കൂടിയാണ് അവരുടെ ജാഥയുടെ പേരിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. സത്യത്തിൽ കേരളത്തിൽ ഒരു പുതുയുഗം തന്നെയാണ് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാർ സമ്മാനിച്ചത്. അതിലെ ചില കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെയും മോഹിപ്പിക്കും വിധമുള്ള മഹത്തായ മുന്നേറ്റങ്ങൾ, വളർച്ച, പുരോഗതി നമ്മുടെ നാട്ടിലുണ്ട്. ഏത് സമയത്ത് കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഒരു സാമ്പത്തിക ഉപരോധം കേരളത്തിനെതിരായി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തോട്, മലയാളിയോട് പക തീർക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിന് ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു.
കേന്ദ്ര ഗ്രാന്റുകളെല്ലാം തടഞ്ഞുവെക്കുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര സർക്കാർ പങ്കാളിത്തം ചുരുക്കുന്നു. ഭരണഘടനാപരമായ കടമെടുപ്പ് അവകാശം തടയുന്നു. ഏത് വിധേനയും മലയാളിയെ തകർക്കാൻ, ഇല്ലായ്മ ചെയ്യാനുള്ള അങ്ങനെ കേരളത്തെ തകർക്കാനുള്ള രാഷ്ട്രീയ പകവീട്ടലാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്നാൽ നാം നിരന്തരം നേരിടുന്നത് അതാണ്. അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാകെ ദുരിതം സമ്മാനിക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതെല്ലാം സമയമെടുത്ത് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ആ ഗവൺമെന്റിന് അടിയുറച്ച പിന്തുണ നൽകിയ ഇടതുപക്ഷത്തിന്റെ 62 MP-മാരുടെ പിൻബലത്തിൽ മാത്രമാണ് അന്ന് ആ ഗവൺമെന്റ് നിലനിന്നത്. ആ സമയത്ത് സഖാവ് CS സുജാത ഉൾപ്പെടെയുള്ള നമ്മുടെ അന്നത്തെ MP-മാർ കോൺഗ്രസ് ഗവൺമെന്റിന് നൽകിയ പിന്തുണ ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. മറിച്ച് ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ചില നയങ്ങൾ, പരിപാടികൾ, പദ്ധതികൾ ആ സർക്കാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അതിന്റെ ഫലമായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥം ആരംഭിച്ചത്. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായിരുന്നു ആ പദ്ധതി. ഇവിടെ കണക്കിൽ ഉൾപ്പെടെ കേരളത്തിൽ എല്ലായിടത്തും ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യർ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മാറി. പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ഏത് തൊഴിലും ചെയ്യാൻ താൻ സന്നദ്ധനാണ് എന്നൊരാൾ പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അയാൾക്ക് തൊഴിൽ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യതപ്പെടുമായിരുന്നു ആ നിയമപ്രകാരം. അതൊരാശ്വാസമായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ എത്രയോ പേർ അവരുടെ കുടുംബാംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവും. ഇപ്പോഴോ ഞാൻ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഫലത്തിൽ ആ പദ്ധതി ഇല്ലാതാവുകയാണ്. പേര് മാറ്റിയത് മാത്രമല്ല പ്രശ്നം, രാഷ്ട്രപിതാവിനെ കൊന്നവർ അദ്ദേഹത്തിന്റെ സ്മരണകളും മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു എന്നത് ഗൗരവതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുകയാണ്. ആ പദ്ധതിക്ക് മരണ വാറണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നോക്കി നിൽക്കേ ആ പദ്ധതി ഇല്ലാതാവും, മാഞ്ഞു പോകും. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലാതെയായി. ഇനി പ്രത്യേകം നിർദ്ദേശിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും പദ്ധതി എന്ന് വെച്ചാൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാകുന്നു എന്നാണ് അർത്ഥം. എത്ര വലിയ ദ്രോഹമാണത്! പക്ഷേ അത്തരത്തിലുള്ള ദ്രോഹം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരായി ചെറിയ ഒരു വാക്കുകൊണ്ട് പോലും പ്രതിഷേധിക്കാൻ കേരളത്തിലെ UDF-ഓ കോൺഗ്രസോ തയ്യാറാവുന്നില്ല എന്ന് നാം കാണണം. സത്യത്തിൽ ഒന്നാം UPA സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലെങ്കിലും ആ സർക്കാരിന് നേതൃത്വം കൊടുത്ത പാർട്ടിക്ക് ഇത്തരത്തിലൊരു സമീപനം BJP ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ പ്രതിഷേധിക്കാനും ജനങ്ങളുടെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാനുമുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല.
പ്രിയങ്കരനായ ജനറൽ ക്യാപ്റ്റൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സഖാവ് ബിനോയ് വിശ്വത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ പ്രസംഗം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു വന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിഷേധത്തിന്റെ ഒരു ചെറുവിരക്കാൻ പോലും UDF കോൺഗ്രസോ കേരളത്തിൽ തയ്യാറായിട്ടില്ല. ആ പ്രതിഷേധമെല്ലാം ഇവിടെ സംഘടിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന പ്രതികാര നടപടികൾക്കെതിരായി കോൺഗ്രസിന്റെയോ മുന്നണിയുടെയോ ഭാഗത്തു നിന്നും ദുർബലമായ ഒരു പ്രതിഷേധ വാക്കുപോലും നമ്മൾ കേട്ടിട്ടുമില്ല. കേരളത്തോടോ മലയാളികളോടോ അല്ല UDFും കോൺഗ്രസും പൂർവ്വം നടത്തുന്നത്, മറിച്ച് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനോടും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ദേശീയ വർഗീയ കൂട്ടുകെട്ടിനോടുമാണ്. എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ നമുക്ക് പറയാനാവും. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ശത്രുക്കൾ കൈകോർക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നാടിന്റെ നാളേക്ക് വേണ്ടി ശബ്ദമുയർത്താനും രംഗത്തിറങ്ങാനും പ്രതീക്ഷയർപ്പിക്കാനാവുക ഇടതുപക്ഷത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് കൂടി പകർന്നു നൽകുന്ന ഒരു കാലമാണ് ഇത് എന്ന് പറയാതിരിക്കാനാവില്ല. ഇടതുപക്ഷം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങൾ ജയിച്ചു എന്നാണ്. ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നു എന്നാണ് അർത്ഥം. തുടർന്ന് എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് രാധാ ക്യാപ്റ്റൻ നന്ദി പറഞ്ഞുകൊണ്ട് വിശദമായി സംസാരിക്കും. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ അവസാനിക്കും. സല്യൂട്ട് ചെയ്യാൻ വേണ്ടി സഖാക്കളെ, നമ്മുടെ ജാഥ ക്യാപ്റ്റൻ സർ ബിനോയ് വിശ്വം എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപ് ചടയമംഗലത്തിന്റെ MLAയും ബഹുമാനിയായ മന്ത്രിയുമായ സർ ജെ ചിത്തുറാണി നിങ്ങളോട് സംസാരിക്കും. പ്രിയങ്കരനായ യോഗത്തിന്റെ അധ്യക്ഷൻ CPIM-ന്റെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ സഖാവ് എസ് രാജേന്ദ്രൻ അവർ, നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞു CPI-യുടെ മണ്ഡല കമ്മിറ്റി സെക്രട്ടറി കൂടിയായ സഖാവ് ബുഹാരി, ഇന്ന് നാം എല്ലാം സ്വീകരിച്ച് ഇവിടെ കൊണ്ടെത്തിച്ച നമ്മുടെ തെക്കൻ മേഖലയിലെ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായ ശ്രീ ബിനോയ് വിശ്വം, നമ്മുടെ ഈ ജാഥയുടെ മാനേജരും അംഗവും കൂടിയായ പ്രിയങ്കരനായ ശ്രീ സ്വരാജ്, പ്രിയപ്പെട്ട നമ്മുടെ വേദിയിലുള്ള പ്രിയങ്കരരായ ജാഥ അംഗങ്ങൾ, പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയങ്കരനായ CPI-യുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുബാൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഇന്ന് ഈ വേദിയിലുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരങ്ങളെ, പ്രിയങ്കരായ
സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, വളരെ സന്തോഷപൂർവ്വമാണ് ഈ ജാഥ ഇന്ന് നമ്മുടെ കടയ്ക്കലേക്ക് വരവേറ്റത്. ശക്തമായ നമ്മുടെ ഈ കടയ്ക്കൽ അല്ലെങ്കിൽ ചടയമംഗലം നിയോജക മണ്ഡലത്തിന്റെ പ്രിയങ്കരായ ഇടതുപക്ഷക്കാർ ഒരു വലിയ സ്വാഗതമാണ് ഈ ജാഥയ്ക്ക് നമ്മുടെ കടയ്ക്കൽ ടൗണിൽ കൊടുത്തത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുക. അതിന് നിങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ 3 ജാഥകളാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ജാഥ നമ്മുടെ മലബാർ മേഖലയിൽ പ്രിയങ്കരനായ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയും, നമ്മുടെ മധ്യമേഖലയിൽ പ്രിയങ്കരനായ ശ്രീ ജോസ് കെ മാണി MP നയിക്കുന്ന ജാഥയും, നമ്മുടെ തെക്കൻ മേഖലയിലെ ജാഥ സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ നാം എല്ലാം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സ്ഥിതി വിശേഷങ്ങളെ കുറിച്ചുമാണ് ഈ ജാഥയിൽ ഉടനീളം നമ്മുടെ പ്രിയങ്കരായ സഖാക്കളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, കേരളത്തിന്റെ 140ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഈ ജാഥ എത്തിച്ചേരുകയാണ്. അതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രിയങ്കരായ MLA-മാരുള്ള മുഴുവൻ നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് മണ്ഡലം ജാഥകൾ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ വിജയപ്രദമായ നിലയിൽ നമുക്ക് അതൊക്കെ സംഘടിപ്പിക്കുവാൻ ഇന്ന് കഴിയും. കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം നാം എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊന്നും ഓർക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. 2016-ൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമുക്കറിയാം, ഒരു വികസനവും നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. നമ്മുടെ ട്രഷറി ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ടുന്ന അവസ്ഥ, കേരളത്തിന്റെ തന്നെ ഭരണ സ്ഥിരാകേന്ദ്രമെന്ന് നാം എപ്പോഴും പറയുന്ന സെക്രട്ടേറിയറ്റ് പോലും 3 ദിവസം നിശ്ചലമായ അവസ്ഥ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു 2016-ന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്. തുടർന്ന് നമ്മുടെ പ്രിയങ്കരായ സഖാക്കൾ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഓരോ വർഷവും ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ ഒരു വർഷം നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മോടൊപ്പം നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന പലരും പലവിധ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അവർ ഒരുപക്ഷെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കാണുന്നില്ലായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ എല്ലാ മേഖലകളിലും വികസനം നടപ്പിലാക്കും. നമ്മുടെ പശ്ചാത്തല മേഖലകളെടുത്താൽ കേരളത്തിൽ 60% നമ്മുടെ റോഡുകൾ BMBC നിലവാരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. നമ്മുടെ ഈ ചടയമംഗലം നിയോജക മണ്ഡലം കൊല്ലം ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയുള്ള ഒരു നിയോജക മണ്ഡലമാണ്. എന്നിട്ട് പോലും നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ, എനിക്ക് തോന്നി ഇനി നമുക്ക് പൊതുഗ്രാമത്തെ റോഡുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലില്ല. അത്രയധികം റോഡുകൾ 10 കോടിയും 16 കോടിയും 10 കോടിയിലേക്ക് ശബരിമല പാക്കേജ് ഓരോ വർഷവും 10 കോടി വെച്ച് ഓരോ വർഷവും നമുക്ക് കിട്ടി. 50 കോടിയാണ് 50 റോഡുകളായിട്ട് നമ്മളിപ്പോ ഈ പ്രകടനം കടന്നു വന്ന നിലമേൽ ഈ കടയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ഈ മണ്ഡലങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാൽ എല്ലാ പഞ്ചായത്തുകളിലും ഒരുപോലെ നമുക്ക് വികസനം നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. നമ്മുടെ സ്കൂളിന്റെ വികസനം നിങ്ങൾ നോക്കൂ. എല്ലാ സ്കൂളുകളും ഹൈടെക് സ്കൂളുകളാക്കി. പ്രത്യേകിച്ച് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി 5 കോടിയും 4 കോടിയും 3 കോടിയും ഓരോ കോടിയും ഒക്കെ കൊടുത്ത് നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ ഹൈടെക് ആക്കി മാറ്റുവാനും ആ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് ക്ലാസ് റൂമുകൾ നമുക്കറിയാം സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുവാനും ഒക്കെ ചെയ്യും. അത് മാത്രമല്ല, ഇന്ന് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് പുതുതായി 10 ലക്ഷം കുഞ്ഞുങ്ങൾ കടന്നു വന്നു എന്നുള്ളൊരു കണക്കാണ് നമ്മുടെ ഗവൺമെന്റ് കയ്യിൽ ഇന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലും ഒരു പിശുക്കും നമ്മുടെ നിയോജക മണ്ഡലം മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലവും, അത് പ്രതിപക്ഷമില്ല, അത് ഭരണപക്ഷമില്ലാത്ത തരത്തിലുള്ള വലിയ വികസനം. നമ്മുടെ ആരോഗ്യ മേഖല നാം പരിശോധിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, നമ്മുടെ PHCകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ തന്നെ MLA-യുടെ ഫണ്ട് കൊടുക്കുന്നു, ഗവൺമെന്റിന്റെ ഫണ്ട് കൊടുക്കുന്നു. നമ്മുടെ പദ്ധതികളിൽ 1 കോടിയൊക്കെയാണ് നമ്മുടെ കുമ്മിളിലെ ആരോഗ്യ മേഖലകളിലെ കെട്ടിടം ചെയ്യുവാൻ വേണ്ടി MLA ഫണ്ടുണ്ട്, ഗവൺമെന്റിന്റെ ഫണ്ടുണ്ട്.
ഏറ്റവും അവസാനം നമുക്ക് ഒരു പോരായ്മ നമുക്ക് സംഭവിച്ചത് ഈ നമ്മുടെ തൊട്ടു മുമ്പിലുള്ള കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഈ രണ്ടാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ 27 താലൂക്ക് ആശുപത്രികളിൽ ഒന്ന് നമ്മുടെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയായി. 10 കോടി രൂപ അന്നേ നമുക്ക് അനുവദിച്ചു തന്നു. പക്ഷെ നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു പുതിയ കെട്ടിടം നമുക്ക് അവിടെ ചെയ്യുവാൻ സാധിച്ചു. ഇന്ന് നിങ്ങൾ കേൾക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് 1 കോടി രൂപ സ്ഥലം മേടിക്കുവാൻ വെച്ചെങ്കിൽ ആ സ്ഥലത്തിന് ക്രമാതീതമായ വലിയ ഉയർന്ന വില കൊടുക്കേണ്ടി വന്നതുകൊണ്ട് നമുക്കത് മേടിക്കുവാൻ സാധ്യമായില്ല. എന്നാൽ ഈ ഗവൺമെന്റ് ഇപ്പോൾ പദ്ധതിയിൽ 10 കോടി രൂപ വീണ്ടും ഇപ്പോൾ വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു 22 സെന്റ് സ്ഥലം റവന്യൂ വകുപ്പിന്റെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനോട് ചേർത്ത് കിടക്കുന്ന സ്ഥലം നമുക്കത് വിട്ടു തന്നു. കളക്ടർ ഉത്തരവും തന്നു കഴിഞ്ഞു. അതിപ്പം ആശുപത്രിയുടെ സ്വന്തമാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ നമ്മുടെ പഞ്ചായത്ത്, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുമിച്ച് ശക്തമായി നിന്നതുകൊണ്ട് നമുക്ക് ആ സ്ഥലം വീണ്ടെടുക്കുവാൻ നമുക്കിപ്പോ അവിടെ 10 കോടിയുടെ തറക്കല്ല് നമുക്ക് ഇടത്തക്ക നിലയിൽ ഞങ്ങൾ 8 നില വരുന്ന ഒരു ആശുപത്രിക്കാണ് പ്ലാൻ എല്ലാം തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചത്. അടുത്ത വർഷം നമുക്ക് അടുത്ത ഫണ്ട് കിട്ടാൻ പോവുകയാണ്. 10 കോടിയുടെ പണി പൂർത്തീകരിക്കുന്നുണ്ട്. ഗവൺമെന്റ് അടുത്ത കോടികൾ നമുക്ക് തരാമെന്നുള്ള ഉറപ്പ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർക്കും എനിക്ക് ഉറപ്പ് തന്നെ 10 കോടി അനുവദിച്ച കാര്യം പറഞ്ഞ അതിന്റെ തറക്കല്ലിടാൻ പോവുകയാണോ എന്നുള്ള കണക്കാണ് ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, അതിവിടെ മാത്രമല്ല, എല്ലാ താലൂക്കും നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ, അവിടെ മറ്റു ഉപകരണങ്ങൾ സ്ഥാപിക്കുവാൻ, അവിടെ ഇതാണ്ട് ആവശ്യമുള്ള എന്താണ് നമ്മുടെ വാഹനം വേണമെന്ന് പറഞ്ഞപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഞാനിപ്പോ ഈ അവസരം. നമ്മുടെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾ നമുക്കറിയാം, ആ കുഞ്ഞുങ്ങൾ വേണം നമുക്ക് ആദ്യം സഹായിക്കുക. നമ്മുടെ വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ ആലേമൺ ഗ്രാമപഞ്ചായത്ത്, ഇവിടെ എല്ലാം 50 ലക്ഷം ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഭിന്നശേഷി കുഞ്ഞുങ്ങളെ അവർക്ക് വേണ്ടുന്ന കെട്ടിടം, അവർക്ക് ഇരിക്കുവാൻ പറ്റാവുന്ന സൗകര്യങ്ങൾ ഇതുൾപ്പെടെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇന്ന് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, അത് മാത്രമല്ല ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞോ ആരോഗ്യവും വിദ്യാഭ്യാസവും മറ്റിതര മേഖലകളിലല്ല, എല്ലാ മേഖലകളിലും എടുക്കുമ്പോൾ അത് ഓരോന്നോരോന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. നമ്മുടെ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തിലും നിന്ന് കൃഷി ഓഫീസുകളുണ്ട്, നല്ല കൃഷി ഓഫീസുകൾ സ്വന്തമായിട്ട് നമുക്ക് സ്ഥാപിക്കുവാനുണ്ട്. അവസാനം നമുക്ക് ഒരെണ്ണം വേണ്ടി വന്നത് നമ്മുടെ ഈ സ്വന്തം പഞ്ചായത്ത് കടക്കലിലാണ്. അവിടെയും 1,42 ലക്ഷം രൂപ ഇപ്പോൾ അംഗീകരിച്ച് നമ്മൾ കടക്കലിലേക്ക്. നമുക്ക് എല്ലാ വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റി. അതിന്റെ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഉദ്ഘാടനം നടക്കുവാനുള്ളൂ. അത് ഈ വരുന്ന 21-ാം തീയതി നമ്മുടെ അതിന്റെയും ഉദ്ഘാടനം നമുക്ക് നടത്തുവാൻ പോകുന്നത്. നമുക്ക് എല്ലാ വില്ലേജുകളിലും ഇപ്പൊ പഞ്ചായത്തുകളെടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ വെറ്റിനറി സെന്റർ ഇന്ന് സ്ഥാപിതമാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോ ഏറ്റവും അവസാനം വെറ്റിനറി സെന്റർ നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് സ്വന്തമായി സ്ഥലം തന്നതുകൊണ്ട് അവർക്ക് കൂടി കൊടുത്തപ്പോൾ മുഴുവൻ പഞ്ചായത്തിലും വെറ്റിനറി സെന്ററുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇട റോഡുകൾ നമുക്കറിയാം, MLA ഫണ്ട്, മറ്റിതര ഫണ്ടുകൾ, നമുക്ക് ഫ്ലഡ് കിട്ടുന്ന ഫണ്ടുകൾ ഇപ്പൊ ഗവൺമെന്റ് തന്നെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി 1000 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് മറ്റൊന്നുമല്ല, ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി അതിന്റെയും 10 കോടി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ കിട്ടി. അതിന്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ, ഒട്ടേറെ പദ്ധതികൾ നമുക്ക് ഇന്ന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ സാധിക്കുകയാണ്. മറ്റ് മേഖലകൾ എടുത്താൽ കായിക മേഖല അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നേടണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഗ്രൗണ്ടുകളുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടും ഒരു പഞ്ചായത്തിലും നമുക്കില്ല. ചടയമംഗലം പഞ്ചായത്തിൽ അതിന്റെ പണി പൂർത്തീകരിക്കുവാൻ പോകുന്നു. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ അതിപ്പോ ഏതാനും ദിവസത്തിന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ 2 കോടി രൂപ ബഡ്ജറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രി ഇരുപോട്ട് കേട്ടോ. ഇത്തവണ വളരെ ഉദാരമായി നമ്മുടെ മണ്ഡലത്തിൽ സഹായിച്ച പ്രിയപ്പെട്ട ധനമന്ത്രി ഇപ്പോൾ 2 കോടി രൂപയാണ് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് കടയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ 3 ഏക്കറോളം സ്ഥലം നമുക്കുണ്ട്. ഒരു 2 കോടിക്ക് ഒരു വലിയ നമുക്ക് കുട്ടികൾക്ക് കളിക്കുവാൻ പറ്റാവുന്ന ഒരു നല്ല ഗ്രൗണ്ടും ഞങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നു. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ടൂറിസത്തിനെ ഒരുമിച്ച് ചേർക്കുക. ആ ടൂറിസം ഒന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുടുക്കത്ത് പാറ എക്കോ ടൂറിസവും, കോട്ടിക്കൽ ഗുഹാക്ഷേത്രം അതിന് പ്രത്യേകം 2 കോടി, മാറ്റിടാമ്പാറ ടൂറിസവും, കുമ്മിൾ മീൻമുട്ടി വെള്ളച്ചാട്ടവും അതുൾപ്പെടെ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് ഉൾപ്പെടെ നമ്മളിപ്പം അത് രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്.
അത് മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 7 കോടിയിലധികം തുക നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ ചിലപ്പോൾ ക്യാൻസർ രോഗികളായിരിക്കും, മറ്റിതര രോഗികളായിരിക്കും, വൃക്ക മാറ്റിവെക്കലായിരിക്കും, അത്തരത്തിലുള്ളവർക്കെല്ലാം 3 ലക്ഷം രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ആ തരത്തിലും ഏകദേശം 7 കോടിയിൽ പരം തുക ഞങ്ങൾ അതിന്റെ കണക്കിപ്പോഴെടുത്തു. നമുക്ക് ഈ മണ്ഡലത്തിൽ മാത്രം 5 വർഷം കൊണ്ട് കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. കടയ്ക്കൽ താഴെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വക്കീലന്മാർ കോടതിയിൽ പോകുവാൻ അവർക്കൊരു കോടതി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 50 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തപ്പോൾ 3 കോടി രൂപ അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് മാറ്റിവെക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി നമുക്കറിയാം. മറ്റിതര പട്ടിക ജാതി പട്ടിക വർഗ മേഖലകളിൽ നമ്മളിപ്പോൾ അതിന് ഉന്നതി എന്നാണ് പറയുന്നത്. 7ഓളം ഉന്നതികൾ, ഓരോ കോടി രൂപ വെച്ചുള്ള 7ഓളം ഉന്നതികൾ ഇപ്പൊ 3 പണി പൂർത്തീകരിച്ച് കിടക്കുന്നു നടക്കുവാൻ. 2 നമുക്ക് തറക്കിലിടുവാൻ കിടക്കുന്നു. ആ തരത്തിലുള്ള ഒട്ടനവധി വികസനങ്ങൾക്ക് തുടക്കം കുറിക്കാറുണ്ട്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ ക്യാപ്റ്റൻ അവസാനമാണ് വരുന്നത്. പലപ്പോഴും നമ്മുടെ ആൾക്കാർ ഒഴിഞ്ഞു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് ഒഴിഞ്ഞു തരുവാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും കൂടെ ഇവിടെ മണിക്കൂറുകൾ എടുത്താലും നമുക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവര്, നമ്മുടെ ഇപ്പോൾ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച 3 ബൈപ്പാസുകൾ നമുക്കുണ്ട്. നമുക്ക് നിലവിൽ എത്ര ആക്സിഡന്റാണ് നടക്കുന്നത്? ചടയമംഗലം ഇപ്പൊ നമ്മുടെ തന്നെ തൊട്ടടുത്ത് ഓയൂർ അതിർത്തിയിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ MLA വന്നിട്ടുണ്ട്, സുഭാരി. അവരുടെ ആ അതിർത്തി, ആ 3 ബൈപ്പാസും കൂടെ 500 മേലെ കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഒട്ടേറെ പാലങ്ങൾ ഇത്തവണ നമ്മൾ എടുത്തിട്ടുണ്ട്. പല മണ്ഡലങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്ന തരത്തിലുള്ള പാലങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 കോടിയെ ഞാൻ ആ കോടികളൊന്നും വെക്കാതെ ചൂണ്ടിക്കാണിച്ചപ്പോൾ 5 വർഷം കൊണ്ട് 1000 കോടിയിലധികം തുക നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലാ മേഖലകളിലും മാറ്റിവെക്കുവാൻ നമുക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഞ്ചായത്തുകളൊക്കെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പലപ്പോഴും അതെല്ലാം നിർവഹിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അവർക്ക് പലവിധ ആവശ്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് നിർവഹിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന ജാതിയെ വരവേൽക്കുവാൻ നിങ്ങൾ വലിയ ഒരു ജനപങ്കാളിത്തം ഇവിടെ എത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കുവാൻ എത്തിയ പ്രിയപ്പെട്ടവർക്കെല്ലാം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, സമയം ചുരുക്കം കൊണ്ട് നമ്മുടെ ജാഥാംഗങ്ങളായ നിരവധി നേതാക്കന്മാർ ഇവിടെ ഉണ്ട് നമ്മോടൊപ്പം. അവരാരും ഇനി പ്രസംഗിക്കാൻ മുതിരുന്നില്ല. നമ്മുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ കേരളത്തിന്റെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി സാഹു KN ബാലഗോപാലും നമ്മോടൊപ്പം ഉണ്ട്. അവരാരും സംസാരിക്കുന്നില്ല. ഈ ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ജാഥയുടെ ക്യാപ്റ്റൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട സൗ ബിനോയ് വിശ്വത്തെ ഏറെ ബഹുമാനത്തോടുകൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനെല്ലാവരും സഹകരിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരന്മാരെ, പ്രിയമുള്ള സഹാക്കളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട എന്നാണ് രാജ്യത്തിന് ബന്ധം. ഞാൻ പറയുന്നു, അത് തിരുത്തിയിട്ട് പ്രിയപ്പെട്ടതെന്നാക്കാം. സ്നേഹമാണ് വേണ്ടത്. LDF എന്നാൽ എന്താണെന്ന് തീർച്ചയായും പറയുന്നത് സ്നേഹമാണ്. ഈ സ്നേഹത്തിന് കഥകളായിട്ട് മറ്റൊന്നുമില്ല. LDFന്റെ രാഷ്ട്രീയത്തിൻ്റെ വഴിയില്ല, സ്നേഹമുണ്ട്. അത് ഈ കടക്കലിൻ്റെ മണ്ണിലുണ്ട്. ഈ മണ്ണ് പോരാട്ടങ്ങളുടെ മണ്ണാണ്. ആ കഥകളൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരം എടുക്കുന്നില്ല. കടക്കലിലെ ജനങ്ങളാകെ തന്നെ LDFനെ എങ്ങനെ കാണുന്നുവെന്ന് ഈ സ്വീകരണ സമ്മേളനം വിളിച്ചറിയിക്കുന്നു. നിങ്ങളെല്ലാം എപ്പോൾ ഓർമ്മയെന്ന് എനിക്കറിയില്ല, ഒരുപാട് നേരമായി കാണും.
അന്നേരം കറുത്ത വെയിലായിരിക്കണം. ആ വെയിലത്തും ഇപ്പോൾ അല്പശാന്തമായ ഈ തണലത്തും നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് ഒരുപാട് നേരമായി. ഈ കാത്തിരിപ്പിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈ ജാഥയിലെ അംഗങ്ങളായി ഇവിടെ എത്തിയ ഞങ്ങൾ ആരോടെങ്കിലുമുള്ള വ്യക്തിപരമായ സ്നേഹമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ സ്നേഹം മുഴുവനും വാസ്തവത്തിൽ LDFനായി നിങ്ങൾ മാറ്റിവെച്ചതാണ്. LDFിൻ്റെ നയങ്ങളോട്, നിലപാടുകളോട്, രാഷ്ട്രീയത്തോട്, അതിൻ്റെ ഭരണത്തോട്, അതിൻ്റെ 10 വർഷത്തെ നേട്ടങ്ങളോട് എല്ലാം ഈ നാടിൻ്റെ മനസ്സിൽ നാം എഴുതി വെച്ച സ്നേഹമാണ്. ആയിരങ്ങളായി ആർത്തിരമ്പി എല്ലായിടത്തേക്കും ഒഴുകിയെത്തിയത്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ കാഴ്ച കണ്ടു. ഈ ജാഥയ്ക്ക് മാത്രമല്ല, വടക്കൻ ജാഥയിലും മധ്യ മേഖല ജാഥയിലും എല്ലാം കണ്ടത് ഇതേ കാഴ്ചയാണ്. ജനങ്ങൾ LDFനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായി തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുമുണ്ട്. മൂന്നാം ഊഴം ഇവിടെ 5 ആൾ ബോധ്യ പോരാ. അതെല്ലാവർക്കും കൂടെ ബോധ്യായാൽ അപ്പോഴേ ശരിയാകും. മൂന്നാം ഊഴം LDFനാണ്. ആ മൂന്നാം ഊഴത്തിൻ്റെ ഉറപ്പാണ് നാം പ്രഖ്യാപിക്കുന്നത്. നാം അത് പ്രഖ്യാപിച്ചാൽ അത് മാറില്ല. ജനങ്ങൾ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് എല്ലാ ഈടുമുണ്ടാകും, എല്ലാ ഉറപ്പുമുണ്ടാകും. നാളെ പണിമുടക്കാണ്. ആ പണിമുടക്കില് ആദർശങ്ങളോട്, രാഷ്ട്രീയത്തോട്, മുദ്രാവാക്യത്തോടെല്ലാം നമുക്കെല്ലാം സ്നേഹമുണ്ട്, ഊണുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇനി വർക്കലയും പിന്നെ ചെറിയങ്ങളിലും ഒക്കെ എത്താനുള്ള നീണ്ട ഓട്ടം ബാക്കിയാണെന്ന് എന്റെ സഹാക്കൾ എന്തെങ്കിലും നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എത്രയെല്ലാം പറയാൻ മനസ്സിങ്ങനെ തിക്കിത്തിരക്കിയാലും അതെല്ലാം പറയാൻ ഇപ്പം കഴിയുകയില്ല. നിങ്ങളുടെ എല്ലാം കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ആ കണ്ണിലെ തിളക്കം LDFിൻ്റെ വിജയപ്രഖ്യാപനമാണ്. നിങ്ങളെല്ലാ മുഖത്ത് വായിക്കാൻ കഴിയുന്ന ഭാവങ്ങളെല്ലാം രാഷ്ട്രീയമായി, ആശയപരമായി, സാംസ്കാരികമായി, വൈകാരികമായി LDFിനോടുള്ള ഈ നാടിൻ്റെ വികാരമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് LDFിൻ്റെ മൂന്നാം ആൾ ഉറപ്പാണെന്ന് പറയാൻ ഒരു മടിയും നിങ്ങൾ കാട്ടുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും മുമ്പ് വീണ്ടും എല്ലാവരും കൂടി ഉത്തരം പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ചോദ്യം ചോദിക്കും മുമ്പ് എനിക്കൊരു കഥ പറയാൻ തോന്നുകയാണ്. സമയമില്ലെങ്കിൽ എന്താണെന്നൊക്കെ ഇരിക്കുമ്പോൾ കഥ പറഞ്ഞേ തീരുള്ളൂ. ആ കഥ വേറൊന്നുമല്ല, ദൂത് പറയാൻ വേണ്ടി ശ്രീകൃഷ്ണൻ പുറപ്പെടുമ്പോൾ വിശ്വാസങ്ങളോടും ദുര്യോധനോടും എന്തെല്ലാം പറയണം എന്ന് ആലോചിക്കാൻ വേണ്ടി പാണ്ഡവന്മാർ 5 പേരും ശ്രീകൃഷ്ണനും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ ആ പൂമുഖത്തേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. ഇവിടെയും നോക്കിയാൽ കാണാൻ കഴിയും, ഈ യോഗത്തിൽ പകുതിയിൽ കൂടുതൽ പേർ സ്ത്രീകളാണ്. പണ്ട് ഈ സ്ഥിതി ചിന്തിക്കാനേ പറ്റില്ല. പണ്ട് സ്ത്രീകളുടെ സ്ഥാനം ഒരിക്കലും പൂമുഖത്തല്ല, അടുക്കളയ്ക്ക് പുറകിലായിരുന്നു. അവർക്കുള്ള ഏക ജോലി പാത്രം കഴുകൽ, മുറ്റമടിക്കൽ, വീട് കാക്കൽ, മക്കളെ പ്രസവിക്കൽ, കഞ്ഞിയും കറിയും വയ്ക്കൽ, അതൊക്കെയായിരുന്നു. അതല്ലാതെ അവർക്കൊരു അവകാശമില്ലാത്ത കാലമുണ്ടായി. ആ കാലം മാറി. അത് മാറ്റിയത് ഇടതുപക്ഷമാണ്. അതൊരു വലിയ ചരിത്രമാണ്. ആ പോരാട്ട ചരിത്രമൊന്നും ഇപ്പോൾ ഞാൻ പറയുകയല്ല. എന്തായാലും പാഞ്ചാലി എന്ന് പറഞ്ഞു, നിങ്ങൾ ആണുങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് രാജ്യകാര്യം പറയുമ്പോൾ അവിടെ വരാനൊരു പെണ്ണിന് അവകാശമില്ലായെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വന്നുപോവുകയാണ്. നിങ്ങൾ അധികാരക്കാര്യം പറയുന്നു. രാജ്യങ്ങൾ, സിംഹാസനങ്ങൾ, കിരീടങ്ങൾ, ചെങ്കോലുകൾ, അതേപ്പറ്റിയെല്ലാം പറയുന്നു. നാളെ ആ സഭയിൽ പോയി ഇതൊക്കെ പറയുമ്പോൾ എന്തെല്ലാം മറന്നാലും ശ്രീകൃഷ്ണ
ഒരു കാര്യം മറക്കരുത്, അത് ഈ പാവം പെണ്ണിൻ്റെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയാണ് എന്ന് പറഞ്ഞു പാഞ്ചാലി. ഈ തലമുടി അങ്ങേക്കറിയാം. നാളെ അങ്ങ് പറയാൻ പോകുന്ന ദൂതിൻ്റെ സ്ഥലമുണ്ടല്ലോ, ആ കൗരവ സഭയിലേക്ക് ദുശാസനൻ എന്നെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഒരു പെണ്ണിൻ്റെ വിലപ്പെട്ട മാനം കവരാൻ ശ്രമിച്ചു. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, 5 പേരും വില്ലാളി വീരന്മാരാണ്. പക്ഷെ അവരെല്ലാം ചൂതിൽ തോറ്റ് തലയും താട്ടി കൈകെട്ടിയിരിപ്പായിരുന്നു. ശ്രീകൃഷ്ണ, അങ്ങാണ് എൻ്റെ മാനം കാത്തത്. അന്ന് ഞാൻ ചെയ്ത പ്രതിജ്ഞ എനിക്കറിയാം. ആ പ്രതിജ്ഞ അങ്ങ് മറക്കരുത്. ഈ മുടി കെട്ടിവെക്കാൻ പറ്റിയിട്ടില്ല. ദുര്യോധനന്റെ നെഞ്ചു പുലർന്ന ചോര കൊണ്ട് എന്ന് എൻ്റെ കൈകൊണ്ട് എന്ന് മുടി കെട്ടിവെക്കാൻ പറ്റുമോ അന്നേ ഞാൻ കെട്ടിവെക്കൂ എന്നാണ് എൻ്റെ പ്രതിജ്ഞ. ഇപ്പോഴും കെട്ടിവെച്ചിട്ടില്ല. അതുകൊണ്ട് അഴിഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ഈ തലമുടിയെപ്പറ്റി മാത്രമാണ് മറന്നു പോകരുത്. ഇതാണ് പാഞ്ചാലി പറഞ്ഞത്. എന്നിട്ട് പാഞ്ചാലി പറഞ്ഞ കാര്യവും നമുക്കെല്ലാം ഇന്നും ഓർക്കേണ്ടതുണ്ട്. പാഞ്ചാലി പറഞ്ഞു, വിമതന്മാരുടെ വീര്യം ശമിപ്പിപ്പാൻ ക്ഷമയും നന്നല്ല, സാമവും നന്നല്ല. സമരം ചെയ്യണം, സാഹസം ചെയ്യണം, ശ്രമവും ചെയ്യണം, ദേവനാരായണനായി. അതാണ് നാം ഇന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തെ ദേവനാരായണന്മാരാണ് നമ്മൾ, ജനങ്ങളാണ്. ആ ജനങ്ങളോട് ഇടതുപക്ഷം പറയുന്നു, ഇന്നത്തെ കാലത്തെ വിമതന്മാരായ കോൺഗ്രസിനെയും BJPയെയും പരാജയപ്പെടുത്താൻ ക്ഷമയും നന്നല്ല, സാമവും നന്നല്ല. നമുക്ക് സമരം ചെയ്യണം, ലക്ഷ്യബോധമുള്ള സമരം. സാഹസം ചെയ്യണം, അച്ചടക്കമുള്ള സാഹസം. ശ്രമവും ചെയ്യണം, വിജയം കഴിഞ്ഞ് നാം വിശ്രമിക്കുമെന്ന് ഉറപ്പാക്കിയ ശ്രമം ചെയ്യണം. അതാണ് LDFന് എല്ലാവരും കേട്ടെ, എല്ലാവരുമായി പറയാനായി ഞങ്ങൾ എഴുതി വെച്ച കാര്യം. അത് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നു. നടക്കുമാക്കാൻ നാം സമരം ചെയ്യും, നാം വിജയിക്കും. പണ്ട് വിയറ്റ്നാം ജനത, ഞാൻ നേരെ പുരാണത്തിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് പോയി നോക്കണ്ടേ, ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. വിയറ്റ്നാം ജനത ഒറ്റക്കെട്ടായി അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് പോരാടിയ കാലത്ത് ഇന്ത്യയിലെമ്പാടും മുദ്രാവാക്യം തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കെ ഞാനും ആ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ആ മുദ്രാവാക്യം മേരാ നാം തേരാ നാം വിയറ്റ്നാം വിയറ്റ്നാം എന്നായിരുന്നു. എൻ്റെ പേരും നിന്റെ പേരും വിയറ്റ്നാം എന്നാണെന്നാണ് അതിനർത്ഥം. അത് ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, മേരാ നാം തേരാ നാം LDF എന്നാണ് ഞാൻ പറയുകയാണ്. അത് വെറുതെ പറയുകയാണ്. നമുക്കെല്ലാം പല പേര് കാണും, പല പാർട്ടികളും കാണും. അതേത് പാർട്ടികളാകട്ടെ, ഏത് പേരുകളാകട്ടെ. പേര് CPI എന്നാകാം, CPM എന്നാകാം, ജനതാദൾ എന്നാകാം, RJD എന്നാകാം, ISJD എന്നാകാം, INA എന്നാകാം, കേരള കോൺഗ്രസ് എന്നാകാം, എന്തുവാകാം, RSP എന്നാകാം, എന്തുവാകാം. പക്ഷേ ഒന്നുറപ്പാണ്, അതെല്ലാം ഒന്നായിരിക്കുമ്പോൾ നമുക്കെല്ലാം ബാധകമായ ഒരു പൊതുപേരുണ്ട്. ആ പേര് LDF എന്ന പേരാണ്. LDF എന്ന പേർ, ആ പേര് മറക്കരുത്. ആ പേരിന്റെ അർത്ഥം മറക്കരുത്, ആശയം മറക്കരുത്, ആഴം മറക്കരുത്. ആ LDF ആണ് നമ്മുടെ എല്ലാം രാഷ്ട്രീയത്തിന്റെ കാതൽ. ആ LDF വിജയം ഇവിടെ കേരളത്തിന് മാത്രമുള്ളതല്ല. ആ വിജയം ഇന്ത്യക്ക് വേണം. ഇന്ത്യയിലെമ്പാടും പാവം വേണം. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. ഇന്ത്യയിലെമ്പാടും വലതുപക്ഷത്തിന്റെ ഭരണങ്ങൾ എല്ലാം വെളിച്ചവും ഊതിക്കിടത്തി കഴിഞ്ഞു, എല്ലാം പണയപ്പെടുത്തി കഴിഞ്ഞു. പരമാധികാരം പോലും ഇപ്പോൾ ട്രംപിന് കാഴ്ചവെക്കപ്പെട്ടിരിക്കുന്നു. ആ ചുറ്റുപാടിൽ വെളിച്ചമെല്ലാം കിട്ടുപോയ ഇന്ത്യയിൽ വെളിച്ചത്തിന്റെ ഏക തുരുത്താണ് കേരളം. അതുകൊണ്ട് ബീഹാറിലെ, ബംഗാളിലെ, ത്രിപുരയിലെ, മഹാരാഷ്ട്രയിലെ, UPയിലെ, ഗുജറാത്തിലെ, മണിപ്പൂരിലെ എന്നിവ എല്ലാ ഇന്ത്യയിലെയും ജനങ്ങൾ നോക്കുന്നുണ്ട് കേരളത്തിലേക്ക്. നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഈ വെളിച്ചമാണ് അവർക്കെല്ലാം ആശയം. അതുകൊണ്ട് LDFന്റെ വിജയം ഇന്ത്യക്ക് വേണ്ടിയാണ്, എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ്. ആ തിരിച്ചറിവോടുകൂടി LDF വിജയത്തിന് വേണ്ടി മറ്റെല്ലാം മറന്നുകൊണ്ട് കൈകൾ കോർത്തുപിടിച്ച്
തോളോട് തോളുമിന്നി നമുക്ക് പോരാടണം. ഈ സമരത്തിൽ നമുക്ക് ജയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെലുത്തുന്നു. സഹാക്കളെ മുന്നോട്ട് യാത്രയാണ്. അടുത്ത സ്വീകരണ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും പേര് വിളിക്കാൻ കഴിയില്ലെന്നറിയാമല്ലോ. സംഘാടക സമിതിക്ക് വേണ്ടി ചെയർമാൻ സഖാവ് എസ് രാജേന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ സഖാവ് പി കെ ബാലചന്ദ്രൻ, സംഘാടക സമിതിയുടെ കൺവീനർ എസ് കുഹാരി, സഖാവ് പി കെ ബാലചന്ദ്രൻ, CPIM കടക്കൽ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ടി എസ് പ്രബലഘോഷ്, ചടയമംഗലം ലോക്കൽ CPI ചടയമംഗലം മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ഹരി വി നായർ, പ്രിയങ്കരിയായ മന്ത്രി CPIM സെക്രട്ടറി സഖാവ് പത്മകുമാർ ചടയമംഗലം, അങ്കണവാടി വർക്കേഴ്സ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 2 പ്രാവശ്യമാണ് അവരുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഉപഹാരം എന്ന നിലയിൽ അങ്കണവാടി വർക്കേഴ്സും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സും പ്രത്യേക സ്വീകരണം ഇവിടെ നൽകും. അതിനവർ കടന്നു വരണം. RJD ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികൾ RJD NCP ആരുടെയും പേരിനെ വിളിക്കുന്നില്ല. CPIയുടെയും CPIയുടെയും NC സെക്രട്ടറിമാർ, ലോക്കൽ പാർട്ടി സെക്രട്ടറിമാർ, പ്രവാസി സംഘം സംസ്ഥാന നേതാക്കൾ, അങ്കണവാടി ധനകാര്യമന്ത്രിക്കാണ് ആ പ്രത്യേക ഉപകാരം അങ്കണവാടി കൊടുക്കുന്നത്. ബാലോത്സവ് ധനമന്ത്രി എന്നുള്ള നിലയിൽ ആ സ്വീകരണം ഏറ്റുവാങ്ങി. സാംസ്കാരിക നായകൻ ശ്രീ ഗുരുപ്പുഴ ശ്രീകുമാർ, കേരള കോൺഗ്രസ് ബി അതിന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്. CPIയുടെയും CPIയുടെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, കോൺഗ്രസ് എസ്, പുത്തൂർ സാഹിബ്, സമീർ, ഷാജഹാൻ, ലജു തുടങ്ങിയ കോൺഗ്രസ് എസ്, കുരിപ്പുഴ ശ്രീമാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. കുരിപ്പുഴ ശ്രീമാൻ സാറിന്റെ കാര്യം അനൗൺസ് ചെയ്തു നേരത്തെ. ഇപ്പൊ തന്നെ വളരെ വൈകിയത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും പേര് വിളിക്കാത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPM, CPI, ജനതാദൾ, കോൺഗ്രസ് എസ്, NCP, കേരള കോൺഗ്രസ് ബി, പിന്നെ വർഗ ബഹുജന സംഘടനകൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ. സ്വീകരണം കൊടുത്തവർ ഒഴിഞ്ഞു കൊടുക്കണം. സ്വീകരണം കൊടുത്തവർ ഒഴിഞ്ഞു കൊടുക്കണം. കേരള കോൺഗ്രസ് എം, ക്ഷണിക്കണം. കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ മണ്ഡലം നേതാക്കൾ
സ്വീകരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ യാത്ര ശ്രീ സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര ഇന്ന് കടയ്ക്കലിൽ സ്വീകരണം നടത്തിയിരുന്നു. ആ സ്വീകരണത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് സാക്ഷി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്തിച്ചത്. ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞാൻ ശിവാസപ്രധാനം നോക്കിയിരിക്കുന്നു.